കിണവക്കൽ കയനാടത്ത് CH സെന്ററിന്റെ ഭാഗമായി ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഡയാലിസിസ് സെന്റർ ആരംഭിച്ചാൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആരോപണം ഉയർത്തിയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ കെട്ടിടം മാത്രമാണ് നിർമ്മിക്കുന്നത് എന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ ഡയാലിസിസ് സെന്റർ എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് CH സെന്റർ ഭാരവാഹികൾ വ്യക്തമാക്കി. 2023 ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. CH സെന്റർ ആരംഭിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്നും എന്നാൽ പിന്നീടാണ് ഇവിടെ ഡയാലിസിസ് സെന്ററാണ് ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതെന്നും നാട്ടുകാർ പറഞ്ഞു. പിന്നീട് പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് 1 വർഷത്തിലേറെയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച നിലയിലായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച സ്ഥലത്ത് കുഴൽക്കിണർ നിർമ്മാണം ആരംഭിച്ചത്. ഇതോടെയാണ് പദ്ധതിയുടെ തുടർ നടപടികൾ വീണ്ടും ആരംഭിച്ചതായി നാട്ടുകാർ മനസ്സിലാക്കുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തത്. കരിയാട്, കൂടാളി, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡയാലിസിസ് സെന്ററുകളുടെ പരിസര പ്രദേശങ്ങൾ സന്ദർശിച്ച് അവിടങ്ങളിലെ അനുഭവങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരമൊരു സ്ഥാപനം ജനവാസ മേഖലയ്ക്ക് സമീപം പ്രവർത്തിച്ചാൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമായതെന്ന് നാട്ടുകാർ പറയുന്നു. CH സെന്റർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനോട് നമുക്ക് ഒരു എതിർപ്പുമില്ല, മറിച്ച് സപ്പോർട്ടാണ്. ഇവിടെ CH സെന്റർ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമ്മൾ ഈ പരിസരവാസികൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഡയാലിസിസ് സെന്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രദേശവാസികളെ കുടിവെള്ളത്തിൽ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളായിട്ട് നമ്മൾ ഡയാലിസിസ് സെന്റർ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ജനവാസ മേഖലയല്ലാത്ത സ്ഥലത്ത് പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയ്ക്ക് അവരുമായിട്ട് നമ്മൾ ശ്രമിച്ചു. പക്ഷെ അവർ അതൊക്കെ ഒരു രാഷ്ട്രീയ പകപോക്കായിട്ട് കണ്ട് ഈ പ്രദേശത്തുള്ളവരെല്ലാം വേറൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കണ്ട് അങ്ങനെയുള്ള വേറൊരു ചിന്താഗതിയിലൂടെ അവർ ഇത് വെല്ലുവിളിയും കാര്യങ്ങളെല്ലാം ആയിട്ട് മുന്നോട്ട് പോയത്. നമ്മൾ കരിയാട്, കാസർഗോഡ് ബാരിക്കേഡ്, പിന്നെ അതേപോലെ കൂടാളി, ഇങ്ങനെ തലശ്ശേരിയിലൊക്കെ ഒരുപാട്, കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഡയാലിസിസ് സെന്റർ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് കുടിവെള്ള പ്രശ്നം ഒരുപാട് കുടുംബം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ആരും ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ അല്ല, പുറത്തുനിന്ന് വന്ന് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം ഇവിടെ പോലീസ് ഒക്കെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ വളരെ സമാധാനപരമായിട്ട് ഇവിടെ പഞ്ചായത്തിൽ പൊല്യൂഷൻ ബോർഡിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തീരുമാനങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് മെഞ്ഞാന്ന് ഒരു 4 ദിവസം മുമ്പേ മീറ്റിംഗ് വിളിച്ചപ്പോഴും നമ്മളോട് പറഞ്ഞത് അവരുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനങ്ങളാക്കാം. അതിൻ്റെ ഇടയ്ക്ക് പണി നടക്കുന്നത് കൊണ്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു സമര പരിപാടികളൊക്കെ ആയിട്ട് വരേണ്ടി വന്നത്. സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. നമുക്ക് എന്തായാലും നമ്മൾ ആരും ഇതിനെപ്പറ്റി എതിർപ്പല്ലാണ്ട് നമ്മൾ സമ്മതിക്കില്ല. വെള്ളത്തിൻ്റെ പ്രശ്നം വേറെ ഒന്നുമല്ല, വേറെ എന്ത് വേണ്ടിക്കലും നിങ്ങൾ ഇവിടെ ചെയ്തോ, ഡയാലിസിസ് നമുക്കിത് അനുവാദിക്കാൻ പറ്റാത്ത ഒരു കാര്യം. പോയി കണ്ട് അനുഭവിച്ചുകൊണ്ട് അവർ പരിസരവാസികളെ നമ്മളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഇതിന് ഒരു കാരണവശാലും നിൽക്കരുത്. അവർ ഈ ഇത് എടുക്കുന്നവരെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചായത്തിലെല്ലാം പോയിട്ട് പറഞ്ഞതാ, ഇവിടെ കവർസ്ഥാനായതുകൊണ്ട് വീടൊന്നും ഇല്ലയെന്ന് അവർ വിചാരിച്ചു. ഇവിടെ അടുത്തടുത്ത് തന്നെ വീടുണ്ട്. അവിടെ CH സെന്ററിൻ്റെ എന്തിവിടെ വരുമ്പോൾ നമ്മൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അത് ഒരു കാരണവശാലും ഡയാലിസിസ് സെന്റർ ഇവിടെ വരാൻ നമ്മൾ സമ്മതിക്കുകയേ ചെയ്യില്ല. ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം മൂലം ഭാവിയിൽ നിരവധി പ്രശ്നങ്ങൾ പ്രദേശവാസികൾക്ക് നേരിടേണ്ടി വരുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. അതേസമയം ഇപ്പോൾ ബിൽഡിംഗ് മാത്രമാണ് നിർമ്മിക്കുന്നതെന്നും അതിനുശേഷം അധികാരികൾ പ്ലാൻ സമർപ്പിച്ചത് അനുമതി ലഭിച്ചാലായിരിക്കും മുന്നോട്ട് പോവുക എന്നും CH കൂട്ടായ്മയുടെ സെക്രട്ടറി ബാണത്തും കണ്ടി റഹീം പറഞ്ഞു. കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ ഒരുപാട് പാവപ്പെട്ട രോഗികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നാട്ടിൽ ഒരുപാട് വൃക്കരോഗികൾ ക്രമാതീതമായി വളർന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി പല ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ചാരിറ്റി സ്ഥാപനങ്ങളുടെയും മുമ്പിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്ത് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഡയാലിസിസ് സെൻറ്റർ സ്വന്തമായി ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. നമ്മളവിടെ ഡയാലിസിസ് സെൻറ്റർ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, സ്പെഷ്യൽ ബഡ്സ് സ്കൂൾ ഉൾപ്പെടെയുള്ള വളരെ ബൃഹത്തായ പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്യുന്നത്. നമ്മൾ ബിൽഡിംഗ് എടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണത്തിന് കൃത്യമായ പ്ലാൻ സമർപ്പിച്ചു, പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുമൊക്കെ കൃത്യമായിട്ട് അവർ പറയുന്ന മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചുള്ള പ്ലാൻ അംഗീകരിച്ചുകൊണ്ട് ആ പ്ലാൻ അനുസരിച്ചാണ് ബിൽഡിംഗ് എടുക്കുന്നത്. ഇതിപ്പോൾ ബിൽഡിംഗ് മാത്രമാണ് എടുക്കുന്നത്. ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അധികാരികളെ സമീപിക്കുമ്പോൾ അവരത് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ റെഡിയാക്കിയാൽ മാത്രമേ നമുക്ക് ഈ സംവിധാനത്തിന് അവർ പെർമിഷൻ തരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് വെറുതെ ഒരു പ്രഹസനം പോലെ ആളുകൾ അതിൻ്റെ നല്ലൊരു ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു പാവപ്പെട്ട രോഗികളെ ചേർത്ത് പിടിക്കുന്ന ഈ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ആളുകളിൽ നിന്ന് അനുഭവപ്പെട്ടു വരുന്നത്.
ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇരുവിഭാഗങ്ങളെയും കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി യോഗം ചേർന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.